ഞങ്ങള് രാവിലെ ഇവിടെ 6 മണിയായപ്പോ എത്തി ഇതിനെ സെർച്ച് ചെയ്യുന്നതിന് ഞങ്ങളോട് അതിന്റെ കൂടെ ജോയിൻ ചെയ്തു. ഫോറസ്റ്റിന്റെ ഫുൾ സപ്പോർട്ട് ഉണ്ടായിരുന്നു ഇതിന്റെ സെർച്ചിന്. കൂടാതെ എലിഫന്റ് സ്ക്വാഡിലെ ഒരു 10-15 പേരൂടെ ഇതിനോടുകൂടി ചേർന്നു. അപ്പൊ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ ഒരു വാച്ചർ ഈ ആന കടന്നുപോയ ഫുട് പ്രിന്റ് കണ്ടു. അത് വെച്ചിട്ട് സെർച്ച് ചെയ്താണ് ആനയെ കണ്ടുകിട്ടിയത്. വേറെ കുഴപ്പങ്ങളൊന്നും ആനയ്ക്കില്ല. വേറെ ആന ഇതിന്റെ പുറകെ വന്ന് കുത്തിയോണ്ടാണ്. കുത്തിയിട്ട് ഒരു കുത്തുകൊണ്ടും നിന്നില്ല, പുറകെ നടന്നു കുത്തുകാരൻ. അതുകൊണ്ടാണ് അത് ഓടിപ്പോയത്. ഈ ആന അല്ലെങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ, ചരിത്രങ്ങളൊക്കെ ഇവിടുത്തെ നോക്കിയാൽ മതി. ആന എഴുന്നള്ളിപ്പായിട്ടുള്ളത് ഒരിടത്തും ഒരു പ്രശ്നം ഉണ്ടാക്കാത്ത ആന. ഇത് ഷൂട്ടിംഗ് നേരത്തെ നടത്തിയിട്ടുണ്ട്. പക്ഷെ ഇതുപോലെ ഈ കുത്തുന്ന ആനയുടെ കൂടെ അല്ലായിരുന്നു, നോർമലായിട്ടും ഷൂട്ട് ചെയ്തിട്ടുണ്ട്. മലയാളം പടത്തിലും ഒക്കെ ഷൂട്ട് ചെയ്യുന്ന. അപ്പോൾ ഇത് സംഭവിച്ചു. അപ്പം നമുക്ക് അതിന് വേറൊന്നും ചെയ്യാനൊക്കത്തില്ല. ഇനി നടപടിക്രമം ഫോറസ്റ്റുകാർക്ക് ഇതിന്റെ പേപ്പറൊക്കെ കൊണ്ട് കാണിക്കണം. എല്ലാ പേപ്പറും ഉള്ള ആനയാണ്. കൂടാതെ ആനിമൽ വെൽഫെയർ ബോർഡിന്റെ പെർമിഷനോടുകൂടിയാണ് ഷൂട്ടിങ്ങിനിവിടെ എത്തിയിരിക്കുന്നത്. ആന നമ്മൾ കോട്ടയത്തോട്ട് പോകും കൊണ്ടുപോകും. അത് അവരെ ഞാൻ കാണിക്കും. ഓൾറെഡി ഇതിന്റെ പേപ്പറെല്ലാം ഇന്നലെ തന്നെ ഫോറസ്റ്റ് വെരിഫൈ ചെയ്തതാ. ഈ സംഭവം ഉണ്ടായതുകൊണ്ട് ആണ് ഞങ്ങളൊക്കെ ഇവിടെ വന്നത്. അല്ലെ ഞങ്ങളാരും ഇവിടെ വരത്തില്ല. എനിക്ക് പേടിയുണ്ട്. ഇങ്ങനെ ഒന്ന് വണ്ടിയെ കയറുമോ? കാരണം ഒരു രാത്രി മുഴുവൻ പേടിച്ച് നടന്നതല്ലേ. അപ്പൊ ആനക്കാർ വരുമ്പം എന്താ വരാൻ പോകുന്നു അതിനും അറിയത്തില്ല.